നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വന്നു. രാവിലെ 8:30 മുഖ്യമന്ത്രി VD സതീശൻ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണമൊരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയാനായി ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. വരുമാനമോ പ്രായമോ പരിഗണിക്കാതെയും പ്രത്യേക നിബന്ധനകളില്ലാതെയുമാണ് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ സൗകര്യം ലഭ്യമാക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗം ചെയർപേഴ്സൺ മിനി അരവിന്ദിന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച നടന്നു. 67 അജണ്ടകളിൽ താൽക്കാലിക ജീവനക്കാരനെ തിരിച്ചെടുക്കാനുള്ള അജണ്ട ഉൾപ്പെടെ 3 എണ്ണത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ വിയോജനം രേഖപ്പെടുത്തി. ഷിഗല്ല രോഗം വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്വീകരിച്ച മുൻകരുതലുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ചയായി. കൂടാതെ റോഡ്, കുടിവെള്ളം, ഞാറ്റുവേല ചന്ത, യോഗാദിനം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. മോഹിനിയാട്ടത്തിന് തൻ്റെതായ സംഭാവനകൾ ചെയ്ത കലാകാരിയും ഗുരുവുമായ കലാമണ്ഡലം ലീലാമ്മയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ലീലാമ്മ ലാസ്യലീല പുരസ്കാരം കലാമണ്ഡലം പുഷ്പലതയ്ക്ക് കലാമണ്ഡലം സരസ്വതി സമ്മാനിച്ചു. കാലവർഷം ശക്തമായതോടെ വനത്തിന് നടുവിൽ ജലസമൃദ്ധിയിൽ അതീവ സുന്ദരിയായി അകമല തൂമാനം വെള്ളച്ചാട്ടം. വർഷക്കാലത്ത് മാത്രം ദൃശ്യമാകുന്ന ഈ അസുലഭ സുന്ദര കാഴ്ച ആസ്വദിക്കാൻ ഒട്ടനവധി സഞ്ചാരികളാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭ 16-ാം ഡിവിഷനിൽ ഉൾപ്പെടുന്ന തൂമാനം വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം നുകരാൻ പ്രതിദിനം നിരവധി സന്ദർശകരാണ് അകമലയിലേക്ക് എത്തുന്നത്. സഞ്ചാരികളുടെ സുഗമമായ സഞ്ചാരത്തിന് സൗകര്യമൊരുക്കി വടക്കാഞ്ചേരി നഗരസഭ.